ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനാണ് ഇപ്പം നടന്നിട്ടുള്ളത്. എവിക്ഷൻ നോമിനേഷനാണ്. നൂറേനെയും ഒണിയലിനെയും ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നൂറയ്ക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരുന്നു. നോമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ഒണിയിൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഒണിയലിനും നോമിനേഷനിൽ വരാൻ പറ്റില്ല. പിന്നെ അനീഷിന് ഇത്തവണ നോമിനേഷനിൽ പവർ കിട്ടിയിട്ടുണ്ട്. അത് മോഹൻലാൽ കൊടുത്തിട്ടുള്ളതാണ് കഴിഞ്ഞ ആഴ്ച. അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ലക്ഷ്മീനെയും ആദിലേനെയാണ്. അതായത് ഇതിലുള്ള വ്യത്യാസമാണ്, ചേഞ്ച് വന്നു നിലപാടിൽ. ഹോട്ടൽ ടാസ്കിൽ നിവിൻ ചെയ്തത് ഷാനവാസിനെയും ആദിലേനെയും. അത് നിവിനുമായിട്ടുള്ള പ്രോബ്ലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാടിൽ മാറ്റം വന്നത് തന്നെയാണ്. അനുമോൾ, സാബുമാൻ, ലക്ഷ്മി, ആര്യൻ. ഓപ്പൺ നോമിനേഷനിൽ അനീഷ്, ബിന്നി, അക്ബർ, ജിഷിൻ, അനീഷ്. സാബുമാൻ ചെയ്തത് ജിഷിനെ, ബിന്നി ചെയ്തത് ജിസേൽ, ആര്യൻ. അവർ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ജോലികളെല്ലാം ചെയ്തു കൊടുക്കുന്നു. ആര്യൻ, ജിസേൽ ഒന്നും ചെയ്യുന്നില്ല. ആ ബേസിലാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ജിസേൽ ചെയ്തത് ബിന്നി, അഭിലാഷ്. ലക്ഷ്മി ചെയ്തത് അനീഷ്, ഷാനവാസ് ചെയ്തത് ബിന്നി, അഭിലാഷ്. ഈ കുത്തിത്തിരിപ്പ് എന്ന ഇതിൽ തന്നെയാണ്. അഭിലാഷ് ആട്ടിൻ തോലിട്ട ചെന്നായ എന്നുള്ള ഇതിൽ, കാരണം അവിടെയും ഇവിടെയും നിന്ന് കളിക്കുന്നു എന്നുള്ളത്. ഒണിയിൽ ചെയ്തത് ഷാനവാസ്, ജിഷിൻ. അഭിലാഷ് ചെയ്തത് ആര്യൻ, ലക്ഷ്മി. ജിഷിൻ ചെയ്തത് സാബുമാൻ, അനുമോള്. അതായത് അനുമോൾ നല്ലോണം ആക്റ്റീവായിരുന്നു. മോഹൻലാൽ ചീത്ത പറയുമോ എന്ന് പേടിച്ചിട്ട് ഇപ്പോൾ അനുമോൾ ആക്റ്റീവായി കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. ആദില ചെയ്തത് ജിഷിൻ, അനീഷിനെയാണ്. നൂറ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അക്ബറിനെയാണ്. അവന് 2 വോട്ട് ആര്യൻ, ജിസേൽ, സാബുമാൻ, ഷാനവാസ്, ആദില, അഭിലാഷ്. 3 വോട്ട് ലക്ഷ്മി, ബിന്നി. അനീഷിന് 4 വോട്ട്, 5 വോട്ട് ജിഷിന്. ഇങ്ങനെയാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ഇതിൽ ആര് അടുത്ത തവണ ഔട്ടാവുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.